ഡ്രാഗൺ ഫ്രൂട്ട് ആക്ച്വലി വലിയ വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നമുക്കൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കാൻ വളരെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് വേണ്ടി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ തോലിൽ തന്നെ സെർവ് ചെയ്യാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ആ തോല് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കതിൻ്റെ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തന്നെ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർത്തിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് വയ്ക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ പീസസ് കട്ട് ചെയ്തിടാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. കഴിക്കുമ്പോൾ കടിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഞാനൊരു 4 to 5 hours ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനതിൻ്റെ തോല് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തതാണ്. അതിലേക്ക് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.